പ്രിയപ്പെട്ട പ്രേക്ഷകരെ, PMC കരാർ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് ഉടൻ കേന്ദ്രത്തിന് അയക്കാൻ സർക്കാർ. കത്തയക്കാൻ വൈകുന്നത് SSK ഫണ്ടിലെ ആദ്യ ഗഡു നേടിയെടുക്കാനെന്നാണ് സൂചന. കേരളം കരാർ അംഗീകരിക്കണമെന്ന നിലപാടിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഇന്നലെ നമ്മൾ കത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടിരുന്നു. കത്ത് കേന്ദ്ര മന്ത്രാലയത്തിന് അയക്കുകയാണ്. കത്ത് വരുന്നതിന് മുമ്പ് തന്നെ SSKയുടെ ഫണ്ട് ആദ്യ ഗഡു തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇനി കത്ത് കൂടി ചെന്നാൽ എന്താണ് അവസ്ഥയെന്നാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും അത് കത്തയക്കാതെ തരവില്ല. ഇടതുമുന്നണിയിൽ അത്തരമൊരു പ്രതിസന്ധി രൂപപ്പെട്ടിരുന്നു. റഹീസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കത്തയക്കാൻ പോകുന്നു. കത്ത് വൈകുന്നത് SSK ഫണ്ട് നേടിയെടുക്കാൻ വേണ്ടിയാണെങ്കിലും സംഭവമൊക്കെ കേന്ദ്രത്തിൽ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ റഹീസ്? ഗുഡ് മോർണിംഗ് അരുൺ. അങ്ങനെയാണ്, കേന്ദ്രം കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി ഔപചാരികമായി ഒരു കത്ത് പോകാതിരുന്നാൽ, അതായത് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കത്ത് പോകാതിരുന്നാൽ ബുധനാഴ്ച തരാമെന്ന് പറഞ്ഞ പൈസ എങ്ങാനും വന്നാലോ എന്നൊരു വിചാരം സംസ്ഥാനത്തിന് ഉണ്ട്. അതുകൊണ്ടാണ് അയക്കാതിരുന്നത്. ഇന്നലെ അയക്കും എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസുമായി നമ്മൾ ഇന്നലെ രാവിലെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ട് വരെ അയച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ആ SSKയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. അതുകൊണ്ടാണ് അയക്കാതിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നെന്തായാലും കത്തയക്കേണ്ടി വരും. ഇനി എങ്ങനെയാണെങ്കിലും അടുത്ത മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഒരു മന്ത്രിസഭാ യോഗ തീരുമാനം, അടുത്ത മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഓർഡർ ഇറക്കി കത്ത് പോലുള്ള തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അതെന്തായാലും ഉണ്ടാകും. അത് ഇന്നാണോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയാണോ ഉച്ചയ്ക്കാണോ എന്നത് മാത്രം അറിഞ്ഞാൽ മതി. ഈ ഫണ്ട് ഏത് വിധേനയും നേടിയെടുക്കാനുള്ള ഒരു ശ്രമം വിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ തന്നെ തുടങ്ങി. നമ്മൾ മനസ്സിലാക്കുന്നത് വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഡൽഹിയിലെത്തി കാണാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. 10-ാം തീയതി വരെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കിൽ ബീഹാറിലായിരിക്കും ധർമ്മേന്ദ്ര പ്രധാൻ ഉള്ളത്. അദ്ദേഹം 11-ന് തിരിച്ചെത്തും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ച വിവരം. അങ്ങനെയാണെങ്കിൽ അന്ന് ശിവൻകുട്ടി പോകാൻ സാധ്യതയുണ്ട്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. റാഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ SSK കത്തയക്കാൻ പോകുന്നു. SSKയുടെ ഫണ്ട് കിട്ടും എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എവിടെ കിട്ടാൻ? ആദ്യ ഗഡു തന്നെ മുടങ്ങി. കഴിഞ്ഞ ബുധനാഴ്ച വരേണ്ടതാണ്, ഇതുവരെയും വന്നിട്ടില്ല. കാര്യങ്ങളൊക്കെ കേന്ദ്രം അറിഞ്ഞു. ഇനി ഒഫീഷ്യലായിട്ട് കത്തങ്ങ് അറിയിച്ചാൽ മതി. ആ ഫണ്ട് വരാൻ പോകുന്നോ എന്നുള്ളതാണ് സംശയം. സാധ്യത കുറവാണ്.